പക്ഷെ അവർ 10 പേര് എന്നാലും ഇവരെ ജയിക്കുള്ളൂ. അവരെല്ലാം ചുമ്മാ വീട്ടിൽ ചോറുണ്ടിരിക്കുന്നവരെ, ഇവർ പണിക്ക് പോകുന്നവരാ. അതെ, ഇരു ടീമുകളും റെഡിയായി നിൽക്കേണ്ടതാണ്. പടം വലിച്ചു നിർത്തുക. ഓക്കെ, ഒന്നാമത്തെ വിസിൽ തന്നെ ഇരു ടീമുകളും വലിച്ചു തുടങ്ങേണ്ടതാണ്. സിംഗിൾ വിസിൽ മാത്രമേ ഇരു ടീമുകളും അടിക്കുക. നീ എവിടെ പോവാ? ഹായ്, നമസ്കാരം. എല്ലാവർക്കും വീട്ടമ്മ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഓണത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നല്ലപോലെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഇവിടുത്തെ ഓണത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജെയിൻ ചങ്ങനാശ്ശേരിക്ക് പോകാൻ തുടങ്ങുന്നു. ബാബുച്ചൻ രാവിലെ ഓട്ടം ഉണ്ടായിരുന്നു, ബാബുച്ചൻ ഓട്ടം പോയി. കണ്ണനാണെങ്കിൽ SPCയുടെ ക്യാമ്പുണ്ട്. കണ്ണൻ ഒട്ടും താല്പര്യമില്ല ക്യാമ്പിന് പോകാനായിട്ട്. കാര്യം പോകാൻ താല്പര്യമില്ലാത്ത SPCയിൽ ഇതിന് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, കുട്ടപ്പായും ചാക്കോച്ചി ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർ ഇന്ന് പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടെ പുള്ളി മൂഡ് ഓഫായി. ഇന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം അവർക്ക് പോകണം. കാര്യം അവിടെ വീടുകളിൽ എല്ലായിടത്തുമൊക്കെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒഴിവാക്കിയാണ് അവർ ഇവിടെ കൂടിയത്. അപ്പോൾ അവർ പോകാനായിട്ടും എല്ലാം റെഡിയാകുന്നു. അപ്പോൾ ജെയിൻ ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോഴത്തേക്ക് അവനെ സ്കൂളിലോട്ട് വിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ജെയിൻ്റെ കൂടെയാണ് കണ്ണൻ സ്കൂളിലോട്ട് പോയത്. അത് കഴിയുമ്പം ചേട്ടായിയൊക്കെ പോകാനായിട്ടുള്ളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മസാല ദോശയായിരുന്നു, മസാല ദോശ. എല്ലാവരും കഴിച്ചൊക്കെ കഴിയാറായി, പോകാനായിട്ടുള്ള ധൃതിയിലാണ് എല്ലാവരും. കണ്ണൻ്റെ കൂട്ടൊരു സ്വഭാവം, ചാക്കോയെ കണ്ണൻ്റെ കൂട്ടൊക്കെ ഒരു സ്വഭാവം. അങ്ങനെ ഓണം കഴിഞ്ഞ് എല്ലാവരും പോവാ. അത് നോക്കിയാൽ ഞാനും അച്ചു മാത്രമായി, ബാക്കി എല്ലാവരും പോയി. ചേട്ടായും പോയി, അവരും എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് എന്നും പതിവുള്ള പോലെ ഒരു വിഷമം തോന്നും എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക്. ഈ പ്രാവശ്യം ഞാനും അച്ഛൻ തന്നെയുള്ളൂ വീട്ടിൽ. അപ്പം അച്ഛന് ഇവിടെ ക്ലബിൻ്റെയൊക്കെ വക ഓണപ്പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അച്ചു കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ നമുക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് രാവിലെ ഒന്നും പരിപാടിയൊന്നും കാണാനും എടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല. അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഫുഡ് ഉച്ചക്കത്തേക്കുള്ള കൊടുക്കണം. അവർ വീട്ടിൽ പോയേക്കാണ് അനിയത്തിയൊക്കെ. അച്ഛന് ഫുഡൊക്കെ കൊടുത്തേച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ അച്ഛന് ഫുഡെല്ലാം കൊടുത്തെല്ലുമ്പോഴത്തേക്ക് 1 മണിയൊക്കെ കഴിഞ്ഞു. അന്നേരം പിന്നെ ആ സമയത്ത് പോയി അവിടെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലെന്നറിയാതുകൊണ്ട് ഞങ്ങൾ പോയില്ല. പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അച്ചു കയറി കിടന്ന് അച്ചു ഒറ്റ ഉറക്കം കുറങ്ങി. അച്ചുവിൻ്റെ ഉറക്കം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് 3 മണിയൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ ആയി. അന്നേരം പിന്നെ ഞങ്ങൾ ക്ലബിൻ്റെ അങ്ങോട്ട് പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വടംവലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ആഘോഷത്തിന് എല്ലാവരും പങ്കാളികളാകണമേ എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഒപ്പം സിൽവർ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള എല്ലാവിധ ഓണാശംസകളും ഈ നാട്ടുകാർക്ക് നേരുകയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഉറിയടിയോ കാര്യങ്ങളോ അതൊക്കെ കഴിഞ്ഞായിരുന്നു. അതൊക്കെ കഴിയാറായപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. ഒത്തിരി പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ. ഇതിന് മുന്നിലത്തെ വർഷങ്ങളൊക്കെ ഈ കൊറോണ വരുന്നതിന് മുന്നേ വരെ ഗാനമേളയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് അടിപൊളി പരിപാടിയാണ് ഇവർ നടത്തുന്നത്. ഈ പ്രാവശ്യം ഇവർ അങ്ങനെ ഈ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെ അങ്ങനൊരു പരിപാടിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇനി അടുത്ത വർഷം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ പിള്ളേരൊക്കെ ഒരുപാട് കുറവാണ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല, ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല. അതുപോലെ പരിപാടിയും കാര്യങ്ങളും പിള്ളേർക്ക് സമ്മാനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചു പിള്ളേരുടെ വടംവലിയാണ് ആദ്യം നടത്താണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് കണ്ണൻ അങ്ങ് ദൂരേന്ന് ഓടി വരുന്നുണ്ട്. അവൻ്റെ ക്യാമ്പ് കഴിഞ്ഞ് വരും. അപ്പോൾ ഈ പാട്ട് കേട്ടോണ്ട് അവന് മനസ്സിലായി ഇവിടെ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായിട്ട് അവൻ ഓടി വന്നതിനിപ്പോൾ എന്നോട് ചോദിച്ചു ഞാനും കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. SPCയുടെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. എന്നാലും ഞാൻ പറഞ്ഞു കയറിക്കോ എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിള്ളേരുടെ വടംവലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർ വടം വലിക്കുന്ന സത്യം നമുക്ക് ചിരിക്കാനുണ്ട് കേട്ടോ ഒരുപാട്. നമ്മൾ കണ്ടു നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിരിയും വരും. അങ്ങനെ പിള്ളേരുടെ വടംവലിയൊക്കെയാണ് ആദ്യം നടന്നത്. അപ്പം പിള്ളേരുടെ വടംവലിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം.
ഇവിടെ അവിടെ പോയി ആടാ ചേട്ടൻ ചെല്ലേ അവിടെ പോച്ചപ്പുറത്ത് പോയി അതായത് കളിക്കണം കേട്ടോ സ്റ്റെപ്പെടുത്ത് കളിക്കണം ദൈവമേ കണ്ണനാ എസ് പി സാർ യൂണിഫോം ആയിട്ടേക്കുന്നത് അതേ മുഴുവൻ ചെളിയാകത്തില്ലേ ഇപ്പം പടം പോലെ കയറിയത് ഇവര് വിശപ്പൊന്നും ഇല്ലേ കൊച്ചുകുട്ടികളുടെ വടംവലി മത്സരമാണ് ആരംഭിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ വടംവലി മത്സരമാണ്. നമ്മുടെ ആ ബൈക്കിലിരിക്കുന്ന ആ 2 ബൈക്കുകൾ അവിടുന്ന് മാറ്റിത്തരേണ്ടതാണ്. ആ 2 ബൈക്കുകൾ ആ വടംവലി മത്സരം നടക്കുന്ന വേദികളുടെ സമീപത്തിരിക്കുന്ന 2 ബൈക്കുകൾ അവിടുന്ന് മാറ്റിത്തരണമെന്ന്
ഇല്ല. അടിക്കുമ്പോൾ പറയണേ. വടം കയ്യിലെടുത്തേ. അടുത്ത വിസിൽ തയ്യാറാകണം. തയ്യാറായി. മൂന്നാമത്തെ വിസിൽ മാത്രമേ അടിക്കാവൂ. പിള്ളേരുടെ വടംവലിയും കാര്യങ്ങളൊക്കെ അപ്പം അത് വടംവലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിള്ളേരെ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയവരുടെ വടംവലിയും കാര്യങ്ങളും വെച്ച്. വലിയവരുടെ വടംവലി എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ ബംഗാളികൾ, അതായത് അതിഥി തൊഴിലാളികൾ, അവർ ഒരു സൈഡ് മലയാളികൾ, അങ്ങനെയായിട്ടാണ് വടംവലി വെച്ചത്. അപ്പോൾ അതിൻ്റെ മേൽനോട്ടം എന്ന് പറഞ്ഞ് വിഷ്ണു വിജയൻ എന്ന് പറഞ്ഞാൽ അത് മലയാളിയാട്ടോ. അപ്പം വിഷ്ണു വിജയനെയാണ് ബംഗാളിയുടെ ഇതായിട്ട് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പം വിഷ്ണു വിജയനാണ് ഈ വൈറ്റ് ടീഷർട്ടും ഇട്ട് നടക്കുന്നത്. ആദ്യ റൗണ്ടിൽ ഹിന്ദിക്കാർ തന്നെ ജയിച്ചു. അവരെന്ന് പറഞ്ഞാൽ ഈ മേശിരി പിടിക്ക് പോകുന്നവരാന്നേ, നല്ല ആരോഗ്യമുണ്ട്, വലിയ കട്ടയൊക്കെ ചുമന്ന് അവർ നല്ല ഒറ്റ വലിക്ക് അവരെല്ലാത്തിനെയും ഇപ്പുറത്ത് കൊണ്ടുവന്നു. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ ആൾക്കാർ വിട്ടുകൊടുത്തില്ല കേട്ടോ, അവർ ജയിച്ചു. പിന്നെ അങ്ങനെ രണ്ടും സമസമമായപ്പോൾ വീണ്ടും തേർഡ് റൗണ്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഹിന്ദിക്കാർ തന്നെ ജയിച്ചു. അപ്പോൾ ആദ്യം ഹിന്ദിക്കാർ കൂട്ടത്തിൽ ആൾ കുറവായിരുന്നു കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞ് വന്നവർ അതിലേക്ക് ഞാൻ കയറി. അപ്പോൾ അവരെല്ലാം കൂടെ കൂടിയെന്ന്. എന്നാലും ഹിന്ദിക്കാർ അടിപൊളിയായിട്ട് അവർക്കൊരു രസമായിരുന്നു കേട്ടോ. എല്ലാവരുടെയും കൂടെയൊക്കെ നിന്ന് നമ്മുടെ മലയാളികളൊക്കെ കൂടെ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുക, ജയിക്കുക. അപ്പം ഒരു വാഴക്കൊലയായിരുന്നു ഇതിന് സമ്മാനമായിട്ട് വെച്ചത്. അപ്പം നമുക്ക് അവരുടെ വടംവലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഏറ്റവും കൂടുതൽ നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമായിട്ട് വരികയാണ്. എത്രയും പെട്ടെന്ന് മത്സരം നടത്തണം. ഇറാനി നിവാസികളുടെ മുക്തകണ്ഠയായ പ്രശംസ പിടിച്ചുപറ്റി ഇറാനിയുടെ കലാ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായി മാറിയ സിൽവർ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 8ാമത് ഓണാഘോഷ പരിപാടികളോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വൻപിച്ച വടംവലി മത്സരം ആരംഭിക്കുകയാണ്. ഈ വടംവലി മത്സരത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ എതിരാളികൾ അവർ തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ ഉപജീവനമാർഗം തേടി ഈ നാട്ടിൽ വന്ന് ജോലി ജീവിക്കുന്ന നമ്മുടെ ബംഗാളി സഹോദരന്മാരാണ് ഒരു എതിരാളി. അടുത്തത് ഇവിടെ ഇതുവരെ തീരുമാനമായിട്ടുണ്ട് ആരൊക്കെ വേണമെന്ന്. അവര് എത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോ, എത്രയും പെട്ടെന്ന് തന്നെ വേണം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.
ഇപ്പുറത്ത് വീണ്ടും ആകാൻ പോവാണ്. അപ്പോൾ വീണ്ടും അടുത്ത കളി തുടങ്ങാറായപ്പോഴത്തേക്ക് ഇവരുടെ ഹിന്ദിക്കാരുടെ ടീം തോറ്റുന്നുണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ മാറി നിന്നവരൊക്കെ വീണ്ടും അതിലേക്കും കയറിയെന്നേ. ആദ്യം അവരൊക്കെ മടിച്ച് മാറി നിന്നവരാ ചമ്മലായിട്ട്. ഈ തോറ്റുന്നുണ്ടപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ ഇവരുടെ കൂടെ വീണ്ടും കയറി. അങ്ങനെ പുതുതായിട്ട് 2-3 പേരും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിൽ വീണ്ടും ഹിന്ദിക്കാർ ജയിച്ചു. ഹിന്ദിക്കാർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. മലയാളികളൊക്കെ ഒന്ന് തോൽപ്പിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. പക്ഷേങ്കിൽ നല്ല വാശിയായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. നല്ലപോലെ വാശിയോടുകൂടി 2 ടീമും നല്ല ഇതായിട്ട് നിന്നു. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചെളിയാന്നേ, അവിടെ പെട്ടെന്ന് സ്ലിപ്പാകും, അതുപോലുള്ള ഇതാണ്. പക്ഷേങ്കിൽ മത്സരം നല്ല അടിപൊളിയായിരുന്നു. മത്സരം കഴിഞ്ഞ് ഇവർക്ക് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വടംവലി ജയിക്കുന്നവർക്ക് ഒരു പഴക്കൊലയായിരുന്നു സമ്മാനം. അപ്പോൾ അതവിടെ കെട്ടിത്തൂക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് കൊടുത്തു. അവർ അത് അവിടെ നിന്നവർക്കെല്ലാം വീതം വെച്ചെന്ന് ഞങ്ങൾക്കൊക്കെ തന്നു കേട്ടോ. അതെല്ലാം തന്ന് അവർക്കും ഭയങ്കര സന്തോഷമായിട്ട് അവരെല്ലാം പോയി. പിന്നെ രാവിലെ ഒക്കെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇത്രയും കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. രാവിലെ ഞങ്ങൾ തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ. പക്ഷേ കണ്ണനൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ വിട്ടായിരുന്നേ. പക്ഷെ അവനും ക്യാമ്പിനും ഒക്കെ പോയതുകൊണ്ട് എടുക്കൽ നടന്നില്ല വീഡിയോസൊന്നും. ഇങ്ങനൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ പന്തലൊക്കെ കെട്ടി ഭയങ്കര ഇതായിട്ടാണ്. വൈകിട്ട് ഗാനമേളയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര നല്ല രസമാണ് ഇവിടുത്തെ ക്ലബിൻ്റെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പിള്ളേരൊക്കെ ആണെങ്കിലും ഒരുപാട് കുറവായിരുന്നു. ഇങ്ങനൊന്നുമല്ല, ഒരുപാട് കൊച്ചു പിള്ളേരുണ്ട്, അവർക്കെല്ലാ സമ്മാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. രാവിലെയൊക്കെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ജയിച്ച പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ട്രോഫിയും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്.
അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞങ്ങൾക്ക് അവിടെ മുഴുവൻ നേരം നിൽക്കാൻ സമയം കിട്ടിയില്ല. കാര്യം ബാബുച്ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിച്ചു, വേഗം വേഗം വാ, ഞാനിവിടെ വീട്ടിൽ വന്നു എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോന്നു. പിന്നെ ഭയങ്കര മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ഇങ്ങ് പോന്നു. ഇനി അവിടെ സമ്മാനം കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഓണത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. പേട ഇതെവിടുന്ന് എവിടെയായിരുന്നു വാച്ചിട്ടുമ്പോ? മൂന്നാറോ? മൂന്നാറല്ലല്ലോ, ഇവിടെ വാഗമണ്ണ്. വാഗമണ്ണൊന്ന് മേടിച്ചോണ്ട് വന്ന മിൽക്ക് പേട. ആഘോഷം മിൽമയോടൊപ്പം. പിന്നെ ചോക്ലേറ്റ്, പിന്നെ ഇത് അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച്. ഇതെന്നായിരുന്നു? അയ്യോ പറഞ്ഞു. ഇതെല്ലാം മിൽമയുടെ ആണല്ലോ. അതിൻ്റെ ഇത് വല്ലതും ആണോ അവിടെ? ഇതേണ്ടിരിക്കുന്നത് എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ കഴിച്ചില്ല. ടീച്ചർ കാപ്പി മോനെ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, അച്ഛന് ചായ എടുക്കും. എനിക്കിതൊന്നും തിന്നാൻ തോന്നില്ല ബാബുച്ചേട്ടാ. അതിവിടെ ഇരുന്നോട്ടെ, ഇപ്പോൾ തിന്നണ്ട. നിങ്ങളിപ്പോൾ ചോക്ലേറ്റ് ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് തരാതെ ഒരെണ്ണം പോലും എടുത്ത് കഴിച്ചേക്കല്ലേ. കണ്ണൻ SPCയുടെ പരിപാടി കഴിഞ്ഞ് വന്നതേ കണ്ണൻ അവിടെ ഓണപ്പരിപാടി ഇതിലേക്ക് കയറി വടം വലിക്കാനായിട്ട്. ജയവും തോൽവിയൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ്, അതൊന്നും കുഴപ്പമില്ല. ജയിച്ച ബംഗാളികളുടെ പഴവും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അവർക്ക് കിട്ടിയ പഴമാണ്. അവരെല്ലാവർക്കും പഴം കൊടുത്തിട്ട് 1 കൊല്ലം പഴം കിട്ടി ബംഗാളികൾക്ക് ജയിച്ചപ്പം. അവരെല്ലാവർക്കും അങ്ങോട്ട് നീങ്ങി. അനു എടുത്ത ഡ്രസ്സായത്. അനുവും ചേട്ടായും കൂടെ കൊണ്ടുവന്ന നല്ല ചേരുന്നുണ്ട് അല്ലേ? കറക്റ്റ് അളവാ അച്ഛന്. അതിനകത്ത് ലെഗിൻസും ഉണ്ടായിരുന്നോ? പിന്നെ നിൻ്റെ ഇരുന്നാണോ? ലെഗിൻസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഇറക്കമുണ്ട്, രസമുണ്ട് കേട്ടോ. എനിക്ക് അച്ഛൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് എനിക്കിഷ്ടം. എന്താ നീ അങ്ങനെ സ്വീകരിക്കണ്ട.